ഇന്ന് നമ്മൾ രണ്ട് ഭീകരന്മാരാണ് പരിചയപ്പെടാൻ പോകുന്നത്. കുറേ നാളായിട്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മൾക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫിലിപ്സ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഫിലിപ്സിൻ്റെ നല്ലൊരു അടിപൊളി ഹോം തിയേറ്ററോ സൗണ്ട് ബാറോ അല്ലെങ്കിൽ ടവർ സ്പീക്കറോ എന്തെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിലെ ഫിലിപ്സ് ഭ്രാന്തന്മാർക്ക് വേണ്ടി ഇന്നൊരു ഫിലിപ്സിൻ്റെ അടിപൊളി ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കൺവേർട്ടബിൾ സ്പീക്കറാണ്. അതായത് നമുക്ക് 2.1 ആയിട്ടും യൂസ് ചെയ്യാം, സൗണ്ട് ബാറായിട്ടും യൂസ് ചെയ്യാം. എന്താ അല്ലേ, അടിപൊളി അല്ലേ? ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം സംഭവം ഞാൻ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടല്ലേ നിങ്ങൾക്ക് ആ ഒരു റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു ദിവസത്തോളം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം എന്താ ഗൈസ് പറയുക, ശരിക്കും ഷോക്ക്ഡാണ് റിസൾട്ട് എന്ന് പറയുന്നത്. മാരകം തന്നെ എന്ന് പറയാം. ഓക്കെ, അപ്പം അധികം പറഞ്ഞ് തള്ളി ഞാൻ കൊണ്ടുപോകണില്ല. നമുക്ക് നമ്മുടെ സ്പീക്കർ ഒന്ന് കാണാം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഭീകരന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫ്രെയിമിൽ ആശാന്മാർ ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ ഓർത്തു. രണ്ടെണ്ണമാണ് നമ്മുടെ കയ്യിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. അതും ഫിലിപ്സിൻ്റെ ആണ്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ആദ്യമായി ഒരു നല്ലൊരു ഹോം തിയേറ്റർ വാങ്ങുന്നത് ഫിലിപ്സിൻ്റെ ആണ്. ഒരു 2.1 ആണ്. ഏകദേശം ഒരു 2300 എനിക്കൊന്ന് 3000 രൂപയിൽ താഴെയുള്ള ഒരു അടിപൊളി ഹോം തിയേറ്റർ ഞാൻ യൂസ് ചെയ്തായിരുന്നു. നല്ലൊരു വർക്ക് എനിക്കതിൽ നിന്ന് കിട്ടി. കാര്യം ഫിലിപ്സ് ആയതുകൊണ്ട് തന്നെ അറിയാലോ, ആശാൻ മെയിൻ തന്നെയാണ്. അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ഫിലിപ്സിൻ്റെ ഒരു 2.1 കൺവേർട്ടബിൾ, അങ്ങനെ പറയണം, കൺവേർട്ടബിൾ ആയിട്ടുള്ളൊരു ഹോം തിയേറ്റർ കം സൗണ്ട് ബാർ ആണ്. MMS8085B എന്നാണ് ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ ഈ ഫിലിപ്സിൻ്റെ ഒക്കെ കമൻറ്റ് വരുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സീരിയൽ നമ്പേഴ്സാണ് അവർ കഴിവതും കോട്ട് ചെയ്യാറവിടെ. കാര്യം അവർക്കത് അടുത്തറിയാവുന്ന സീരീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സീരിയൽ നമ്പറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അധികം ഡിലേ ആക്കുന്നില്ല, അൺബോക്സ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഈ ഒരു നിപ്പിൽ എനിക്ക് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ഫ്രെയിമിലോട്ട് പോയിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ചെറുക്കനെ പുറത്തിറക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആളൊരു ഭീകരൻ തന്നെയാണ്. വാക്കുകളില്ല ഗൈസ് പറയാൻ, അത്രേ ഉള്ളൂ, വാക്കുകളില്ല പറയാൻ. ഡീറ്റെയിൽ സൈഡിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ RMS ആണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറവായിട്ട് തോന്നും. 80 വാട്ട്സ് RMS ഉള്ളൂ എന്ന് പറയാൻ പാടില്ല. 80 വാട്ട്സ് RMS ഉണ്ട്. അതായത് ഇതേപോലുള്ള ബ്രാൻഡിലേക്കൊക്കെ വരുമ്പം 80 വാട്ട്സ് എന്ന് പറഞ്ഞാൽ പക്ക ആ 80 വാട്ട്സ് അതിൽ കാണും. മനസ്സിലായോ? 80 വാട്ട്സിൻ്റെ ആ ഒരു അതേ പെർഫോമൻസ് ഇതിന് കാണും. ഇതിപ്പം ഞാനിത് ടെസ്റ്റിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ തന്നെ ലാസ്റ്റ് താഴെ കമൻറ്റ് ഇടും, ഇത് 80 വാട്ട്സോ ഉള്ളോ? കാര്യം അമ്മാതിരി ഇടിയായിരിക്കും ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇവൻ്റെ ആ ഒരു ഷേപ്പിനെ കുറിച്ച് വേണം സംസാരിക്കാൻ. ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഫിലിപ്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. 6 വശങ്ങളാണ് നമ്മുടെ ഈ ഒരു സബിനുള്ളത്. അത് തന്നെയാണ് ഇവൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പ്രത്യേക ഒരു ലുക്കാണ് ഇവന് കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ നിന്ന്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യാതൊരു വിധത്തിലെ കാര്യങ്ങളോ ഒരു കൊത്തുപണിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിൾ ബട്ട് പവർഫുൾ, അങ്ങനെ വേണം പറയാൻ. സിമ്പിളാണ്, പവർഫുള്ളാണ്. ഇവിടെ ആയിട്ടൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഫിലിപ്സ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് മാത്രമേ നമുക്ക് എടുത്ത് പറയാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം മുകളിലായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സബിനെ കുറിച്ച് സംസാരിക്കാം. സബ് എന്ന് പറയുമ്പം താഴെയായിട്ടാണ് ഇതിൻ്റെ സബ് വരുന്നത്. ഗൈസ്, ഈ ഒരു മുതലെന്ന് പറയുന്നത് ശരിക്കും ഒരു 6 ഇഞ്ചിൻ്റെ സബിന് കിട്ടുന്ന ഇടിയല്ല ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അത് എന്താ സംഭവം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരുപാട് ഹോം തിയേറ്ററുകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ ഒരു മുതൽ ഇത് ആദ്യമായിട്ടാണ്. പിന്നെ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. മുകളിലേക്ക് വരുമ്പോൾ ഗൈസ്, ഇതിൻ്റെ ആ ഒരു വോളിയം കൂട്ടുന്നൊരു നോബ് അതൊരു പ്രത്യേക രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കറങ്ങി കളിക്കാവുന്ന രീതിയിലൊരു നോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവൻ്റെ ആ ഒരു കണക്ഷൻസും സ്വിച്ചുകളും എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വിച്ചുകളെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നോർമലായിട്ടുള്ള ഹോം തിയേറ്ററിൽ വരുന്ന അതേ കണക്ഷൻസുകൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു കറങ്ങി കാണിക്കാം. അതേ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഇവൻ്റെ ആ ഒരു എയർ ഹോളൊക്കെ കൊടുത്തിരിക്കുന്നത്. സബ് താഴെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹോം തിയേറ്ററിന് അത് സബ് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റേതായ ഒരു പെർഫോമൻസും അത് തരും. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഷേപ്പ്, അതോടൊപ്പം ഇതിൻ്റെ അകത്ത് വെൻറ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോർട്ട് ഡിസൈനിങ് എന്നാണ് പറയുന്നത്. പോർട്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഇത്രയും ചെറിയ ഈ ഒരു സ്പീക്കറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം
സിമ്പിളായ കണക്ഷൻസ് ആണ് ഗൈസ്. അധികം ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഡീപ്പായിട്ട് കടക്കുന്നില്ല. അധികം ഇനി ഇവനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇവൻ്റെ വർക്കാണല്ലോ ഏറ്റവും വലിയ പ്രധാനം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഇവൻ്റെ 2 സ്പീക്കേഴ്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന 2 സ്പീക്കേഴ്സാണ്. ഇതൊരു 2.1 ആയിട്ട് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ സൗണ്ട് ബാറായിട്ടും യൂസ് ചെയ്യാം. അപ്പം സൗണ്ട് ബാറായിട്ട് യൂസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുമോ ഇതിങ്ങനെ വെക്കുന്ന സൗണ്ട് ബാർ അല്ല, ഇങ്ങനെയല്ല വെക്കേണ്ടത് ഗൈസ്. ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് 2 കണക്ടിവിറ്റി പോർട്സ് കാണാൻ സാധിക്കും. ഇതിലും ഉണ്ട് കണക്ഷൻ. അപ്പോൾ അതെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു സ്ലോട്ട് നോക്കി ആ ഹോൾസ് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് സ്ലോട്ട് തിരിച്ച ശേഷം അതെ ലോക്കായി ടാടാങ് ഒരു സൗണ്ട് ബാറായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് 2.1 ഇപ്പം ഒരു സൗണ്ട് ബാർ ടൈപ്പ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. നമ്മുടെ ടി വിയുടെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ലോങ് ആയിട്ടൊരു ടേബിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷെൽഫ് നിങ്ങൾ അടിച്ച് ആ ഷെൽഫിൽ ഇവനെ ഇങ്ങോട്ട് നീളത്തിൽ അങ്ങോട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചെറുക്കനെ നമ്മുടെ താഴത്ത് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും കോർണറിലൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും. നല്ല വർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇവനോട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു റിമോട്ടാണ് കേട്ടോ. ഒരു നോർമൽ ഒരു റിമോട്ട്, ഒരു കുഞ്ഞ് റിമോട്ടാണ്. ഈ റിമോട്ടിലാണ് ഇവൻ ഫുൾ കൺട്രോൾ ആവുന്നത്. പിന്നെ നമുക്ക് നോർമലി വരുന്ന പോലെ തന്നെ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ബ്ലാ 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 ഓക്സ് കേബിൾ സംതിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഈ ഒരു സ്പീക്കർ നമുക്ക് വാളിൽ ഹാങ് ചെയ്യാനും പറ്റും. 2.1 ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് 2.1 ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ സൗണ്ട് ബാറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സൗണ്ട് ബാറായിട്ടും യൂസ് ചെയ്യാം. അപ്പം ചെറുക്കനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക, ഏതൊരു ആംഗിളിൽ നോക്കിയാലും പുലി തന്നെ. അടുത്തതായിട്ട് നമുക്ക് വർക്കിങ്ങിലേക്ക് കടക്കാം. അപ്പം ഇവനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചാമാരെ നമ്മളിപ്പം 2.1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സൗണ്ട് ബാർ പോലെ സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം 2.1 സെറ്റ് ചെയ്തിട്ട് ഇവൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ അതേ മൈക്ക് ഞാൻ ഒരു ഫ്രണ്ടിലോട്ട് പിടിച്ചിരിക്കുകയാണ്. പാട്ട് പ്ലേ ചെയ്യാം. ടേബിൾ കുലുങ്ങുക. എൻ്റെ പൊന്നെ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കാര്യം ഇതിൻ്റെ സബ് താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അടി കറക്റ്റ് ടേബിളിലാണ് വരുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാര്യം ഒരുപാട് ഹോം തിയേറ്റേഴ്സ് നമ്മൾ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഹോം തിയേറ്റർ സബ്ബുകളെല്ലാം സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേബിളിൽ ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ടേബിളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് സൗണ്ട് ബാർ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എൻ്റെ വർക്ക് കേൾക്കാം. അപ്പോൾ വെച്ചാൽ നമ്മൾ സൗണ്ട് ബാർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് സൗണ്ട് ബാർ എങ്ങനെ ഉണ്ടെന്ന് കേൾക്കാം. പ്ലേ ചെയ്യുവാണേ. ഇതിൻ്റെ മേളിൽ നമുക്ക് ഇതിൻ്റെ ഓളി അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് കുറച്ച് നോക്കാം. കണ്ട എൻ്റെ കൈയുടെ ആ ഒരു മൂവ്മെന്റ് അനുസരിച്ച് ഭയങ്കര സ്മൂത്ത് ആട്ടോ. ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറയത്തില്ലേ, സംഭവം അത്രയ്ക്ക് സ്മൂത്താ. ഒരു രക്ഷയില്ല അങ്ങനെ തന്നെ പറയണം. അപ്പോൾ വെച്ചാമാരെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഫിലിപ്സിൻ്റെ ഒരു ഐറ്റം അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ നമ്മുടെ 2G ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്ക് ഫോൺ എടുക്കുക, ഡയൽ ചെയ്യുക, കോൾ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പക്കായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പം വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ട്. വീട്ടിൽ ഓൾറെഡി ഒരു ഹോം തിയേറ്റർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനോട് വാങ്ങി വീട്ടിൽ വെച്ചാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം ലുക്ക് ഉള്ളതുപോലെ തന്നെ അവൻ വർക്കിലും ആൾ ഭീകരം തന്നെയാണ്, അത് തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് എല്ലാ സൗണ്ട് ഭ്രാന്തന്മാരിലേക്കും എത്തിക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് സൗണ്ട് ഭ്രാന്തന്മാരെ പ്രാന്തന്മാരാക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ട്. ഒരുപാടെണ്ണം ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.